ഹലോ ഡിയർ സ്റ്റുഡൻസ്. ഇന്ന് നമ്മൾ വേൾഡ് ഹിസ്റ്ററിയുടെ ഭാഗമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് നമ്മൾ വേൾഡ് ഹിസ്റ്ററി വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നത് നമ്മളുടെ മോഡേൺ വേൾഡ് ഹിസ്റ്ററിയിലാണ്. മോഡേൺ വേൾഡ് ഹിസ്റ്ററിയുടെ ഭാഗമായിട്ട് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും നമ്മളുടെ 5th നമ്പറിൽ വരുന്ന കാറ്റഗറിയിൽ നമ്മൾ ജോഗ്രഫിക്കൽ എക്സ്പ്ലോറേഷൻസ് അല്ലെങ്കിൽ ഏജ് ഓഫ് ഡിസ്കവറീസ് എന്ന് പറയുന്ന ചാപ്റ്റർ ഡിസ്കസ് ചെയ്തതിനു ശേഷം സിലബസിൽ തന്നിരിക്കുന്നതാണ് സയന്റിഫിക് റവല്യൂഷൻ, അഗ്രികൾച്ചറൽ ആൻഡ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്ന് പറയുന്ന യൂണിറ്റുകൾ. ഇതിൽ സയന്റിഫിക് റവല്യൂഷനും അഗ്രികൾച്ചർ റവല്യൂഷനും ഈ രണ്ട് യൂണിറ്റുകളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ കുറച്ചുകൂടെ കോംപ്രഹെൻസീവ് ആയിട്ട് ഡിസ്കസ് ചെയ്യേണ്ട ഒരു ടോപ്പിക് കൂടിയാണ്. അത് നമ്മൾ നമ്മുടെ ലൈവ് സെഷന്റെ ഭാഗമായിട്ട് വിൽ ബി ഡിസ്കസിങ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ. ഇപ്പൊ നമ്മൾ ഈ സയന്റിഫിക് റവല്യൂഷനും അഗ്രികൾച്ചർ റവല്യൂഷനും അതിന്റെ കോൺസെപ്റ്റ് എന്താണ്, അതിന്റെ ഇംപ്ലിക്കേഷൻ എന്താണ്, അതിൽ പ്രധാനപ്പെട്ടും പഠിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ എല്ലാവർക്കും ക്രിസ്റ്റലിന്റെ ഈ വേൾഡ് ഹിസ്റ്ററിയുടെ ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം. And as part of that, first we are going to discuss and understand what is this scientific revolution is all about. എന്താണ് സയന്റിഫിക് റവല്യൂഷൻ എന്നുള്ളത്? നമ്മൾ പറയാറുണ്ടല്ലേ, ദ വേൾഡ് ഈസ് ഓഫ് സയൻസ്, അല്ലെങ്കിൽ ടെക്നോളജിക്കലി ഡ്രിവൺ ആയിട്ടുള്ള വേൾഡ് ആണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ എവിടെ മുതൽക്കാണ് ഈ സയന്റിഫിക് അല്ലെങ്കിൽ സയൻസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിന് ഇത്രമേൽ പ്രാധാന്യം ലഭിച്ചത് എന്നുള്ളതിനെ കുറിച്ചാണ് പറയുന്നത്. ബേസിക്കലി ഹിസ്റ്ററി സംതിങ് യൂറോപ്യൻ സെൻട്രിക്, യൂറോപ്പ് സെൻട്രിക് ആയിട്ടുള്ള ഹിസ്റ്ററി ആയതുകൊണ്ട് തന്നെ യൂറോപ്യന്മാരുടെ കോൺട്രിബ്യൂഷൻ ആണ് സയൻസിന് വലിയ പ്രോഗ്രസ് നൽകിയെന്നുള്ള ഒരു വാദമുണ്ട്. അപ്പൊ ആ വാദത്തെ പിടിച്ചുകൊണ്ട് തന്നെയാണ് അവർ പറയുന്നത് 16-17 നൂറ്റാണ്ടുകളുടെ സമയത്ത് സയൻസ് എന്ന് പറയുന്ന മേഖലയിലോട്ട് യൂറോപ്യൻസിന്റെ കോൺട്രിബ്യൂഷൻ വളരെ വലുതായിരുന്നു എന്നുള്ളതും, വളരെ വലുതായിട്ടുള്ള സയന്റിഫിക് റവല്യൂഷൻ ആണ് പിൽക്കാലഘട്ടത്തിൽ വന്നിട്ടുള്ള ഒരുപാട് സയന്റിസ്റ്റുകളെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, സയന്റിഫിക് തോട്ടുകൾക്ക് ഇമ്പോർട്ടൻസ് നൽകുന്നത്. അങ്ങനെ ഇന്ന് കാണുന്ന ലോകത്തുള്ള പ്രധാനപ്പെട്ട സയന്റിഫിക് റവല്യൂഷന്റെ പിതാക്കന്മാർ അവരാണ് എന്ന് ക്ലെയിം ചെയ്യുന്ന ഒരു കാര്യത്തെ കുറിച്ചാണ് സയന്റിഫിക് റവല്യൂഷൻ പറയുന്നത്. സോ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സയന്റിഫിക് റവല്യൂഷൻ എന്ന് പറയുന്നത് ഒരുപാട് ഗ്രൗണ്ട് ബ്രേക്കിംഗ് ഡിസ്കവറീസിനെ കുറിച്ചല്ല, പക്ഷേ മുമ്പുണ്ടായിരുന്ന ചില കാഴ്ചപ്പാടുകളിൽ നിന്നും പുതിയ ഒരു കാഴ്ചപ്പാടിലോട്ടുള്ള മനുഷ്യന്റെ തോട്ടിന്റെ റാഷണൽ തിങ്കിങ്ങിന്റെ ഒരു ട്രാൻസിഷനെ കുറിച്ചാണ് പറയുന്നത്. ദസ് ദാറ്റ് ലേഡ് ദ ഫൗണ്ടേഷൻ ഓഫ് ദ മോഡേൺ സയൻസ് എന്ന് പറയുന്നതാണ് സയന്റിഫിക് റവല്യൂഷനിൽ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നത് എന്ന് മനസ്സിലാക്കി വെക്കുക. ശേഷം നമ്മൾ എന്തൊക്കെയായിരുന്നു ഈ സയന്റിഫിക് റവല്യൂഷന്റെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ? ഒബ്വിയസ്ലി നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരു 16-ാം നൂറ്റാണ്ടിന് മുന്നേ, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഈ റിനേസൻസിന്റെ കാലഘട്ടത്തിന് മുന്നേയുള്ള മിഡിൽ ഏജസ് ആകട്ടെ, ആൻഷ്യന്റ് ആകട്ടെ, ദർ ഐഡിയ വാസ് ദെൻ വ്യൂ വാസ് സംതിങ് ഡിഫറെന്റ്. അങ്ങനെ ആയിരുന്നു എന്നുള്ളതാണ്. അപ്പൊ അതിന് മുന്നേ ഉണ്ടായിരുന്ന ചില കാര്യങ്ങളെ കുറിച്ച് എന്താണെന്നുള്ളത് ഒന്ന് ആലോചിക്കാൻ വേണ്ടി ശ്രമിക്കാം. സോ സയന്റിഫിക് റവല്യൂഷന്റെ പ്രധാനപ്പെട്ട പ്രത്യേകതയിൽ ഒന്ന്, ദാറ്റ് ഗേവ് എംഫസിസ് ഓൺ ഒബ്സർവേഷൻ ആൻഡ് എക്സ്പെരിമെന്റേഷൻ. ടേംസ് കേൾക്കുമ്പോൾ വളരെ സിമ്പിൾ ആണെങ്കിലും നിങ്ങൾ ആലോചിക്കണം, ഒബ്സർവേഷൻ ഈസ് സംതിങ് വെരി ഇമ്പോർട്ടന്റ് വെൻ യു ആർ ഹാവിംഗ് സം കൈൻഡ് ഓഫ് റാഷണൽ തിങ്കിങ്. സോ ഒബ്സർവേഷൻ എന്ന് പറയുന്ന ഒരു കാര്യത്തെ കുറിച്ച് ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ നാട്ടില് നമ്മൾ ചില കാര്യങ്ങൾ നോക്കിയിട്ട് പാവലെ എന്ന് പറയും. അത് ഈ കൈൻഡ് ഓഫ് ഒബ്സർവേഷൻ ആണ്. അല്ലെങ്കിൽ ഒരു ആക്സിഡന്റ് നടന്നു, നമ്മളിങ്ങനെ ഇങ്ങനെയൊക്കെയാണ് ആക്സിഡന്റിന്റെ ഇന്ന കാരണം ഇന്നതൊക്കെയാണ് നമ്മൾ അനലൈസ് ചെയ്യാറ്. സോ അങ്ങനത്തെ ചില കാര്യങ്ങൾക്ക് ഒബ്സർവേഷന്റെ കാറ്റഗറി നമ്മൾ സാധാരണ ഉപയോഗിക്കുമെങ്കിൽ സയന്റിഫിക് മേഖലയിലോട്ട് എത്തുന്ന സമയത്ത് വിൽ ഹാവ് സംതിങ് വെരി ഇമ്പോർട്ടന്റ് അനാലിസിസ് ആൻഡ് തിങ്സ്. അതാണ് ഇവിടെ ഒബ്സർവേഷൻ ആൻഡ് എക്സ്പെരിമെന്റേഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റിലൂടെ പറയുന്നത്. സോ പ്യൂർലി തിയററ്റിക്കൽ ആൻഡ് റിലീജിയസ് എക്സ്പ്ലനേഷൻ മാത്രം നിലനിന്നിട്ടുണ്ടായിരുന്ന കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ ചർച്ച് പറയുന്ന എന്താണോ അതായിരുന്നു അവരുടെ സയൻസ്, അതായിരുന്നു അവരുടെ റിലീജിയൻ, അതായിരുന്നു അവരുടെ ഒബ്സർവേഷൻ എന്നുണ്ടായിരുന്നത് മാറിക്കൊണ്ട് കുറച്ചുകൂടെ ഒബ്സർവേഷനും എക്സ്പെരിമെന്റേഷനും ഇമ്പോർട്ടൻസ് നൽകി. അങ്ങനെ പതിയെ പതിയെ ടെസ്റ്റിംഗ് നടന്നു. ടെസ്റ്റിംഗിൽ ഒബ്സർവ് ചെയ്യുന്നു, എക്സ്പെരിമെന്റ് ചെയ്യുന്നു, റിസൾട്ട് വരുന്നു. അങ്ങനെ നിങ്ങൾക്ക് അറിയാം ദ മെത്തേഡ്സ് ഓഫ് റിസർച്ച് ആസ് വെൽ ആസ് റിസൾട്ട് എന്നുള്ളത്. അങ്ങനെ ഒരു പ്രാക്ടിക്കൽ അപ്രോച്ചിലൂടെ, എംപിരിക്കൽ അപ്രോച്ചിലൂടെ പതിയെ പതിയെ ഒരു പുതിയ ട്രാൻസിഷൻ നടന്നു എന്നുള്ളതും, അല്ലെങ്കിൽ നടക്കാൻ കാരണമായി എന്നുള്ളതും ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. രണ്ടാമത് സയന്റിഫിക് മെത്തേഡിന്റെ ഒരു ഉദയം എന്നുള്ളൂ. ദർ വി ആർ ഗോയിങ് ടു ആക്ച്വലി ലേൺ അബൌട്ട് ദിസ് പെർട്ടിക്കുലർ പേഴ്സൺ, ഫ്രാൻസിസ് ബേക്കൺ. നമ്മൾ ഈ ഒരു സയന്റിഫിക് റവല്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്ന ചില പേഴ്സണാലിറ്റീസ് ഉണ്ട്. ആ പേഴ്സണാലിറ്റീസ് അവരുടെ ഐഡിയ പ്ലസ് അവരുടെ ഐഡിയ പറയുന്ന വർക്കുകൾ, ഈ മൂന്ന് കാര്യങ്ങൾ കൃത്യമായിട്ട് നോക്കി വെക്കണം. ഇത് പരീക്ഷ പെർസ്പെക്റ്റീവ് വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള കാര്യമാണ്. പേഴ്സണാലിറ്റീസ് എന്തുമായി ബന്ധപ്പെട്ടതാണ്, അവരുടെ ഐഡിയ എന്തായിരുന്നു, അവരുടെ വർക്ക് എന്താണ്. ഫോർ എക്സാമ്പിൾ ഫ്രാൻസിസ് ബേക്കൺ എന്ന് പറയുന്ന വ്യക്തി നമ്മൾ പറയുന്നത് എവിടെ വെച്ചിട്ടാ? സയന്റിഫിക് റവല്യൂഷനുമായി ബന്ധപ്പെട്ടിട്ടാ. അനദർ എക്സാമ്പിൾ സർ ഐസക് ന്യൂട്ടൺ, ജോൺ കെപ്ലർ, ഇങ്ങനത്തെ പേരുകളൊക്കെ നമ്മൾ കേൾക്കുന്നത്, ഗലീലിയോ ഗലീലി, നിക്കോളാസ് കോപ്പർനിക്കസ്, ഇങ്ങനത്തെ പേരുകളൊക്കെ വരുന്നത് സയന്റിഫിക് റവല്യൂഷനുമായി ബന്ധപ്പെട്ടുള്ളതാണെന്നുള്ള ഫസ്റ്റ് തിരിച്ചറിവ്. അതാണ് ആദ്യം വേണ്ടത്. സോ ഫ്രാൻസിസ് ബേക്കൺ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കോൺട്രിബ്യൂഷൻ ആണ് ദ സിസ്റ്റമാറ്റിക് അപ്രോച്ച് ടു ദ ഇൻവെസ്റ്റിഗേഷൻ, ഹൈപ്പോത്തിസിസ് ഫോർമുലേഷൻ, ഡാറ്റ കളക്ഷൻ, അനാലിസിസ്, ഡ്രോയിങ് ഓഫ് കൺക്ലൂഷൻ. സോ
ഫോർ വൺ പെർട്ടിക്കുലർ കൺക്ലൂഷൻ. ഒരു കൺക്ലൂഷൻ എത്താൻ വേണ്ടി അദ്ദേഹം എടുത്തിരിക്കുന്ന ചില കാര്യങ്ങൾ നോക്കിക്കുക നിങ്ങൾ. ഒന്ന് ഇൻവെസ്റ്റിഗേഷൻ, രണ്ട് ഹൈപ്പോത്തിസിസ് ഊഹാബോധം, ദെൻ അതിനനുസരിച്ചുള്ള ഡാറ്റ കളക്ഷൻ, ദെൻ ഡാറ്റയെ അനലൈസ് ചെയ്യുന്നു, ഫൈനലി ഹാവിങ് കൺക്ലൂഷൻ. സോ ഇങ്ങനത്തെ പ്രോസസ്സിലൂടെ അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു എന്നുള്ളതാണ്. അങ്ങനെ ടെസ്റ്റുകൾക്കും തിയറികളെ അതിനനുസരിച്ച് മോഡിഫൈ ചെയ്യുന്നതിലൂടെയും പതിയെ പതിയെ സയന്റിഫിക് മെത്തേഡ് ഡെവലപ്പ് ചെയ്യുന്നതിലും ഫ്രാൻസിസ് ബേക്കൺ എന്ന് പറയുന്ന കഥാപാത്രം കുറച്ച് സിഗ്നിഫിക്കന്റ് ആണ്. വിൽ ബി ഡിസ്കസിങ് മോർ അബൌട്ട് ഹിം ഓൺ ദ കമ്മിങ് സ്ലൈഡ്സ്. ഓക്കെ, അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ആ രീതിയിൽ അറിഞ്ഞിരിക്കുക. സോ സയന്റിഫിക് മെത്തേഡ്, ഒബ്സർവേഷൻ ആൻഡ് എക്സ്പെരിമെന്റേഷൻ ആർ ദ ടു വെരി ഇമ്പോർട്ടന്റ് ക്യാരക്ടറിസ്റ്റിക്സ്. ദെൻ ചലഞ്ചിങ് ദ എസ്റ്റാബ്ലിഷ്ഡ് ബിലീഫ്സ്. ഇതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അടിയും തിരിച്ചടിയും. അതായത് ആ കാലഘട്ടം വരെ വിശ്വസിച്ചിട്ടുണ്ടായിരുന്ന ചില തിയറികളുണ്ട്. ഫോർ എക്സാമ്പിൾ, യു മൈറ്റ് ഹേർഡ് അബൌട്ട് ദിസ് ജിയോസെൻട്രിക് തിയറി വേഴ്സസ് ഹീലിയോസെൻട്രിക് തിയറി എന്ന് പറയുന്നത്. ഭൂമി കേന്ദ്രമാണ് എന്നുള്ളതും ബാക്കി പ്ലാനറ്റുകൾ അതിന് ചുറ്റും കറങ്ങുന്നു എന്ന് പറയുന്ന ജിയോസെൻട്രിക്, അല്ല സൂര്യനാണെന്ന് പറയുന്ന ഹീലിയോസെൻട്രിക് തിയറി. ഇത്രയും കാലം വിശ്വസിച്ചിട്ടുണ്ടായിരുന്ന ജിയോസെൻട്രിക്കാ. ഹീലിയോസെൻട്രിക് പറഞ്ഞവരൊക്കെ ശിക്ഷിച്ചിട്ടുണ്ടായിരുന്നു, സ്റ്റേറ്റും റിലീജിയനും കാര്യങ്ങളൊക്കെ ആയിട്ട്. ആ കാലഘട്ടത്തിലാണ് വാട്ട് വി ക്യാൻ സി നിക്കോളാസ് കോപ്പർനിക്കസ് വരുന്നത്, അദ്ദേഹത്തിന്റെ ഹീലിയോസെൻട്രിക് മോഡൽ. അതിനെ പിന്നീട് സപ്പോർട്ട് ചെയ്തിട്ട് ഗലീലിയോ ഗലീലിയുടെ ഒബ്സർവേഷൻ ത്രൂ ഹിസ് ടെലിസ്കോപ്പ്. അപ്പൊ ടെലിസ്കോപ്പിക് ഒബ്സർവേഷൻ ഈ കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നുള്ളത്. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന ആ കാലഘട്ടത്തിൽ ഇത്രയും കാലം ചർച്ച പഠിപ്പിച്ചിട്ടുണ്ടായിരുന്ന ചില വിശ്വാസങ്ങൾ, അതുപോലെ സ്റ്റേറ്റ് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്ന വിശ്വാസങ്ങൾ, അതിനൊക്കെ ചലഞ്ച് ചെയ്തു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആദ്യ കാലഘട്ടത്തിൽ ഈ തിങ്കേഴ്സിന് അതുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. വി ആർ ഡിസ്കസിങ് ഓൺലി ഇൻ ദ പെർസ്പെക്ടീവ് ഓഫ് യൂറോപ്യൻ വേൾഡ്. യൂറോപ്യൻ വേൾഡിൽ അങ്ങനെ ആയിരുന്നുള്ളതാണ്. അതേ സമയത്ത് നമ്മുടെ നാടുകളിലേക്ക് ചിന്ത മാറിയിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും. എന്നിട്ട് അവരും പറയുന്നത് അവർ ആധുനിക വ്യക്തികൾ എന്ന രീതിയിലാണ്. അതേസമയത്ത് അതിന് മുന്നേ എപ്പോഴും നമ്മൾ ഈ തിയറീസ് ഒക്കെ വേറെ രീതിയിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഗ്രന്ഥങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ദെൻ കൊളാബറേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ. സോ കൊളാബറേഷനും കമ്മ്യൂണിക്കേഷനും എന്തായിരുന്നു, ഈ സയന്റിഫിക് റെവല്യൂഷന്റെ പ്രധാനപ്പെട്ട ഫീച്ചർ ആയിരുന്നു എന്നുള്ളതാണ്. ഒരു ഒറ്റപ്പെട്ട വഴിയല്ല, പലതിനെയും ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു മെത്തേഡ് ആയിരുന്നു എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, എക്സ്ചേഞ്ച് ഓഫ് ഐഡിയാസ് ത്രൂ ലെറ്റേഴ്സ്, വർക്ക്സ്, സയന്റിഫിക് സൊസൈറ്റീസ്, ദെൻ കൊളാബറേഷൻ ത്രൂ സെർട്ടൻ അതർ ഓർഗനൈസേഷൻസ്. ഇങ്ങനത്തെ കാര്യങ്ങൾ കൂടെ വന്നപ്പോൾ ഇവർക്കിടയിൽ നല്ല കമ്മ്യൂണിക്കേഷൻ നടക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഇവരുടെ ഐഡിയാസ് ഷെയർ ചെയ്യുകയും ഡിസ്കഷനും അതിന്റെ അടിസ്ഥാനത്തിൽ പ്രൊഡക്റ്റീവ് റിസൾട്ടും വന്നു എന്നുള്ളത് സയന്റിഫിക് റെവല്യൂഷന്റെ മറ്റൊരു പ്രത്യേകതയായിട്ട് പറയേണ്ടി പറ്റും. ജസ്റ്റ് ലുക്ക് ഇൻ ടു ദിസ് പെർട്ടിക്കുലർ പിക്ചർ. ഇവിടെ നമുക്ക് എർത്ത് സെന്റർ ആയിട്ടും സൂൺ വൺ ഓഫ് ദി പ്ലാനറ്റ് ആയിട്ടും കാണാൻ വേണ്ടി പറ്റും. ആൻഡ് എർത്തിന്റെ നാച്ചുറൽ സാറ്റലൈറ്റ് ആണ് മൂൺ എന്ന് പറയുന്നത്. ഇതാണ് നമ്മൾ പറയുന്ന ജിയോസെൻട്രിക് തിയറി. ഈ ജിയോസെൻട്രിക് തിയറി ആക്ച്വലി ടോളമി എന്ന് പറയുന്ന ആൻഷ്യന്റ് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട സ്കോളേഴ്സിന്റെ ചില കോൺട്രിബ്യൂഷൻ ഒക്കെ ആയിട്ടാണ് പറയാറുള്ളത്. അപ്പൊ അതിൽ വിശ്വസിച്ച് വന്നിട്ടുണ്ടായിരുന്നു ഇവർ. അറ്റ് ദി സെയിം ടൈം ഹീലിയോസെൻട്രിക് തിയറി ആക്ച്വലി 16ാം നൂറ്റാണ്ട് മുതൽക്കാണ് പോപ്പുലറൈസേഷൻ വരുന്നത്. അതിൽ പ്രധാനപ്പെട്ട വ്യക്തികൾ ഈ സയന്റിഫിക് റെവല്യൂഷന്റെ ഒന്ന് കോപ്പർനിക്കസ്, രണ്ടാമത് ഗലീലിയോ. ഓക്കെ, ആ രീതിയിൽ കുറച്ച് കാര്യങ്ങളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇൻ വിച്ച് നൗഡേസ് യു ഹാവ് സൺ, മൂൺ വൺ ഓഫ് ദി പ്ലാനറ്റ് ആൻഡ് എർത്ത് വൺ ഓഫ് ദി പ്ലാനറ്റ് ആൻഡ് മൂൺ ആസ് ദ നാച്ചുറൽ സാറ്റലൈറ്റ് ഓഫ് ദിസ് എർത്ത്. അപ്പൊ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് മനസ്സിലാക്കി വെക്കേണ്ടത്. ഓക്കെ, ഇതാണ് ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആൻഡ് ഒബ്സർവേഷൻ. ബാക്കി കാര്യങ്ങൾ നമുക്ക് വഴിയെ പറയാം. സോ വാട്ട് ആർ ദ കോൺട്രിബ്യൂഷൻസ് ഓഫ് നിക്കോളാസ് കോപ്പർനിക്കസ്? അദ്ദേഹത്തിന്റെ കാലഘട്ടം നോക്കിക്കുക. ആസ് ഐ സെഡ് 16ാം നൂറ്റാണ്ട്. അത്ര പഠിച്ചാൽ മതി, അല്ലാണ്ട് നിങ്ങൾ സ്പെസിഫിക് ആയിട്ട് പഠിക്കുന്നു വേണ്ട. പഠിക്കാനുള്ള ചില ഇൻഫർമേഷൻസ് ഉണ്ടാവും, അത് മാത്രം പിക്ക് ഓൺ ചെയ്യാം. സോ വാട്ട് വി ക്യാൻ സി, നിക്കോളാസ് കോപ്പർനിക്കസ്, അദ്ദേഹത്തിന്റെ ചില ബേസിക് ഫീച്ചേഴ്സ് ഫ്രം പോളണ്ട്. ഇതൊന്നും അറിഞ്ഞിരിക്കുന്നത് നന്നാവും കേട്ടോ. ചിലപ്പോൾ രാജ്യങ്ങൾ വെച്ചിട്ടൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചേക്കാം. വെൽത്തി മെർച്ചന്റ് ഫാമിലിയാണ്, അതുകൊണ്ട് തന്നെ പഠിക്കാനും ചിന്തിക്കാനും നമ്മുടെ ടൂൾസിന്റെ സംവിധാനങ്ങൾ ലഭിച്ചിട്ടുണ്ടായിരുന്നു. വെൽ റൗണ്ട് എഡ്യൂക്കേഷൻ ലഭിച്ചു. മാത്തമാറ്റിക്സ്, ലോ, മെഡിസിൻ, ആസ്ട്രോണമി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കേണ്ട അറ്റ് യൂണിവേഴ്സിറ്റി ഓഫ് ക്രാക്കോ ആൻഡ് ഇറ്റലി. പിന്നീട് ഇറ്റലിയിലേക്ക് എത്തുന്നുണ്ട്. ഇറ്റലി നിങ്ങൾക്കറിയാം ആ കാലഘട്ടത്തിലൊക്കെ റെനേസ ആൻഡ് ഏജ് ഓഫ് ഡിസ്കവറീസിന് കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് എന്നുള്ളത്. അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് കോൺട്രിബ്യൂഷൻ ഇസ് ദാറ്റ് ഹീലിയോസെൻട്രിക് തിയറി ഇറ്റ്സെൽഫ്. ഹീലിയോസെൻട്രിക് തിയറി, ഹീലിയോ മീൻസ് സൂര്യൻ, സെൻട്രൽ അത് നിൽക്കുന്നു എന്ന് പറയുന്ന തിയറി. ആസ് യു ക്യാൻ സീ ഇൻ ദിസ് പിക്ചർ, മെർക്കുറി, വീനസ്, എർത്ത് ഇങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. സൺ ഈസ് ഇൻ ദ സെന്റർ. ദെൻ ഇതില് ഇദ്ദേഹം തിയറി പറഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് ഒരുപാട് ചലഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് ഹി ഫൈനലി നോട്ട് ഡൺ എവറിഥിങ് ഇൻ ഹിസ് പെർട്ടിക്കുലർ വർക്ക് കോൾഡ് ആസ് ഓൺ ദി റെവല്യൂഷൻസ് ഓഫ് ദ സെലസ്റ്റിയൽ സ്പിയേഴ്സ്. സെലസ്റ്റിയൽ ബോഡീസ് എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന പ്ലാനറ്റ്സും സ്റ്റാർസിനെ കുറിച്ചാണ് പറയുന്നത്. സോ അതിന്റെ കറക്കത്തെ കുറിച്ച് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ വർക്ക് ഉണ്ട്. അത് മരണത്തിന് മുമ്പ് 1543 പബ്ലിഷ് ചെയ്ത ഒന്നാണ്. അപ്പൊ ഈ വർക്ക് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കൽ നിർബന്ധമാണ് എന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. സോ അതിൽ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ ആൻഡ് ആസ്ട്രോണമിക്കൽ ഒബ്സർവേഷൻ എല്ലാം ഇതിനെ കുറിച്ച് പറയുന്നുണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. ആദ്യം കോപ്പർനിക്കസിന്റെ ഈ വാദങ്ങളൊന്നും സ്വീകരിക്കാൻ അവർ തയ്യാറായിരുന്നില്ല. പിന്നീട് കുറച്ചുകൂടെ ഒതന്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ വന്നപ്പോൾ ദേ ഫോഴ്സ്ഡ് ടു ബിലീവ് ദാറ്റ് ഓ ദിസ് ഈസ് ദാറ്റ് റൈറ്റ് തിയറി. മുമ്പുണ്ടായിരുന്ന ജിയോസെൻട്രിക് തിയറി തെറ്റാണെന്ന് തിരിച്ചറിവ് പിന്നീടൊക്കെ വരുന്നത്. നിക്കോളസിന്റെ കാലഘട്ടത്തിൽ, കോപ്പർനിക്കസിന്റെ കാലഘട്ടത്തിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. ആ രീതിയിൽ അറിഞ്ഞിരിക്കുക. ദെൻ കംസ് ഫ്രാൻസിസ് ബേക്കൺ.
ഞാൻ പറഞ്ഞു ഫ്രാൻസിസ് ബേക്കൺ എന്ന് പറയുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഒറ്റ ടേം അറിഞ്ഞിരിക്കേണ്ടത് സയന്റിഫിക് മെത്തേഡ് എന്ന് പറയുന്ന ആശയം. സയന്റിഫിക് മെത്തേഡ് എന്ന് പറയുന്ന ഒരു ആശയത്തെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത്. അദ്ദേഹത്തിന്റെ കാലഘട്ടം നോക്കിക്കേ 16-17 നൂറ്റാണ്ടിന്റെ സമയത്താണ്. അദ്ദേഹം ലണ്ടനിലാണ് ജനിക്കുന്നത്. അദ്ദേഹം ഒരു പ്രോമിനന്റ് ഫാമിലി ജനിച്ച ആളാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം എഡ്യൂക്കേഷൻ ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ട്രിനിറ്റി കോളേജിൽ, കാംബ്രിഡ്ജ്, അതുപോലെ യൂറോപ്പിലേക്ക് ഒരുപാട് സഞ്ചരിക്കാൻ അദ്ദേഹത്തിന് അവസരങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് കാണാൻ വേണ്ടി പറ്റും. നിയമം പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, സയന്റിഫിക് എൻക്വയറിയിലോട്ട് കുറച്ചുകൂടെ കയറി വരുന്നത്. എന്നിട്ട് കുറച്ചുകൂടെ ആൻഷ്യന്റ് ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് സ്കോളസ്റ്റിക് മെത്തേഡിലൂടെ നമുക്ക് പണ്ട് പഠിച്ചിട്ടുണ്ട് നമ്മുടെ ആൻഷ്യന്റ് വേൾഡ് ഹിസ്റ്ററിയിൽ എന്തായിരുന്നു സോക്രട്ടീസിന്റെ അപ്രോച്ച്, എന്താണ് പ്ലാറ്റോയുടെ അപ്രോച്ച്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ രീതിയിൽ നോക്കുമ്പോൾ ഫ്രാൻസിസ് ബേക്കൺ ഹാഡ് സം കൈൻഡ് ഓഫ് ന്യൂ മെത്തേഡ് ഓഫ് എൻക്വയറി. ആ ന്യൂ മെത്തേഡിനെ വിളിക്കുന്ന പേരാണ് ദ ന്യൂ മെത്തേഡ് ഓഫ് സയന്റിഫിക് തോട്ട് അല്ലെങ്കിൽ സയന്റിഫിക് മെത്തേഡ് എന്ന് പറയുന്നത്. സോ ന്യൂ മെത്തേഡ് ഈസ് എ കോൺസെപ്റ്റ് ആക്ച്വലി ഗിവൺ ടു ദിസ് പെർട്ടിക്കുലർ പേഴ്സൺ ഫ്രാൻസിസ് ബേക്കൺ. അദ്ദേഹത്തിന്റെ സയൻസുമായി ബന്ധപ്പെട്ടുള്ള പുതിയ അപ്രോച്ചിനെ വിളിക്കുന്ന പേരാണെന്ത്, ന്യൂ മെത്തേഡ് എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത് എന്തിനാ, ഒന്ന് ഒബ്സർവേഷൻ, എക്സ്പെരിമെന്റേഷൻ, ദെൻ അതിലൂടെ റീസണിങ്ങിന്റെ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തു. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു, ന്യൂ മെത്തേഡിന് ഇമ്പോർട്ടൻസ് കൊടുത്തു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വർക്ക് കൂടെ അറിഞ്ഞിരിക്കുക. നോവം ഓർഗാനം 1620 സമയത്ത്. ഓക്കെ, ആദ്യം ഇൻഡക്റ്റീവ് റീസണിങ് ഇമ്പോർട്ടൻസ് കൊടുത്ത്. ഡെഫിനറ്റ്ലി നമ്മുടെ പേപ്പർ 1 ഈ നെറ്റിന്റെ ക്ലാസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ യു മൈറ്റ് കം അക്രോസ് സച്ച് കൈൻഡ് ഓഫ് ടെർമിനോളജി, ഡിഡക്റ്റീവ് റീസണിങ് ഓർ ഇൻഡക്റ്റീവ് എന്നുള്ളത്. അത് ചില കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഓരോ ഇൻഡിവിജ്വൽ എടുത്തിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് ചില കാര്യങ്ങൾ പറയുന്നത്. ഫ്രം ഇൻഡിവിജ്വൽ ടു ജനറൽ എന്ന് പറയുന്ന കോൺസെപ്റ്റ്. ആൻഡ് കൺട്രോൾഡ് എക്സ്പെരിമെന്റ്സ്, ഡാറ്റ കളക്ഷൻ, കെയർഫുൾ അനാലിസിസ്, എന്നിട്ട് കൺക്ലൂഷൻ എത്തുക എന്ന് പറയുന്ന ഒരു മെത്തേഡിലോട്ട് അദ്ദേഹം കൊണ്ടുവന്നു. അത് തന്നെയാണ് ഇന്ന് ഉപയോഗിക്കുന്നത്. അപ്പോൾ ന്യൂ മെത്തേഡ് അല്ലെങ്കിൽ സയന്റിഫിക് മെത്തേഡ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുത്ത ആളാണ് ആര്, ഫ്രാൻസിസ് ബേക്കൺ എന്ന് മനസ്സിലാക്കി വെക്കുക. അദ്ദേഹത്തിന്റെ ചില കാര്യങ്ങൾ സയന്റിഫിക് റെവല്യൂഷന് വളരെ പ്രധാനപ്പെട്ട നാഴികക്കല്ലുകളായിരുന്നു. എംപെരിസിസം, പ്രാക്ടിക്കാലിറ്റി, സ്കെപ്റ്റിസിസം, അങ്ങനത്തെ കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തു. അത് പിന്നീട് ഗലീലിയും ഐസക് ന്യൂട്ടനൊക്കെ ഇൻഫ്ലുവൻസ് ആയി. ഈ ഐസക് ന്യൂട്ടൺ എന്ന് പറയുന്ന നമുക്കറിയാം ഗ്രാവിറ്റേഷൻ തിയറി, ലോ ഓഫ് മോഷൻ, ഗലീലിയോയുടെ ടെലിസ്കോപ്പ് ആൻഡ് ഒബ്സർവേഷൻസ്, പ്ലാനറ്ററി ഒബ്സർവേഷൻസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആക്ച്വലി ഈ കാലഘട്ടത്തിൽ സയന്റിഫിക് റെവല്യൂഷന് ബൂസ്റ്റപ്പ് ചെയ്യുന്ന ഒന്നായിരുന്നു എന്നുള്ള രീതിയിലാണ് അറിഞ്ഞിരിക്കേണ്ടത്. നെക്സ്റ്റ് വി ഹാവ് ഗലീലിയോ ആൻഡ് ഗലീലി. ഈ മൂന്ന് ആൾക്കാരെ നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അദ്ദേഹത്തിന്റെ കാലഘട്ടം കണ്ടില്ലേ, അദ്ദേഹം ഒരു 17-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വ്യക്തിയാണെന്ന് അറിഞ്ഞിരിക്കുക. ഫാദർ ഓഫ് മോഡേൺ ആസ്ട്രോണമി എന്ന് പറയുന്ന പ്രത്യേകത ഗലീലിയോക്ക് ടൈറ്റിലായിട്ട് കൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ ഫാദർ ഓഫ് മോഡേൺ ഫിസിക്സ് എന്നുള്ളതും. കാരണം വ്യത്യസ്തമാക്കപ്പെട്ട സയന്റിഫിക് ഫീൽഡ്സിൽ കോൺട്രിബ്യൂഷൻ നൽകിയത് എന്നുള്ളത് കൊണ്ടാണ്, പ്രത്യേകിച്ചും ആസ്ട്രോണമി, അതുമായി ബന്ധപ്പെട്ട ഫിസിക്സ്, ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ. അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ ഒന്ന് ഇംപ്രൂവ്ഡ് ടെലിസ്കോപ്പ്. ഓക്കെ, ടെലിസ്കോപ്പിൽ അദ്ദേഹം വെച്ചിട്ട് അതിലൂടെ കുറെ ഒബ്സർവേഷൻസ് നടത്തി എന്നുള്ളതാണ്. വീനസിന്റെ ഡിഫറെന്റ് ഫേസുകൾ അദ്ദേഹം കൊണ്ടുവന്നു. ആ വീനസിന്റെ ഡിഫറെന്റ് ഫേസുകൾ എന്നത് ഹീലിയോസെൻട്രിസം തിയറിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. ആസ് വീനസ് കുഡിൻ എക്സിബിറ്റ് ഫുൾ മൂൺ ഫേസസ് ഇഫ് ഇറ്റ് ഈസ് ഓർബിറ്റഡ് എർത്ത്. ഭൂമിയെ ചുറ്റിക്കറങ്ങുമായിരുന്നെങ്കിൽ വീനസിന് സ്വന്തമായിട്ട് എല്ലാ ഭാഗങ്ങളും കാണിക്കാൻ പറ്റുമായിരുന്നില്ല എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, ദെൻ ഫോർ ഗലീലിയൻ മൂൺസ് ഓഫ് ജൂപ്പിറ്റർ. ജൂപ്പിറ്ററിൽ നമുക്ക് ചില മൂണുകൾ, ജൂപ്പിറ്ററിന്റെ മൂണുകൾ ഗലീലിയൻ മൂണുകൾ എന്നൊക്കെയാണ് വിളിക്കാറുള്ളത്. അതും ജിയോസെൻട്രിക് മോഡലിന് ചലഞ്ചിങ് ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. ദെൻ മൂണിലെ ചില ക്രൈറ്ററിനെ കുറിച്ചും പറയുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ഇന്നും ലോകം കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാസ ആയാലും ഇസ്രോ ആയാലും ഇങ്ങനത്തെ ക്രൈറ്റേഴ്സിനെ കുറിച്ചൊക്കെ പഠിക്കാൻ വേണ്ടി ഓരോ എക്സ്പെഡീഷൻസും മിഷൻസും അതുപോലെ വോയേജസ് ഒക്കെ കണ്ടക്ട് ചെയ്യാറുണ്ട്. ഓക്കെ, ആ രീതിയിൽ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക, മൂണിനെ കുറിച്ചുള്ള ചില കാര്യങ്ങൾ. ദെൻ സൺ സ്പോട്ട്, വി ഹാവ് ആദിത്യ L1 മിഷൻ എന്നൊക്കെ പറയുന്ന മിഷൻ വരെ ഉണ്ട്. ഐ എം നോട്ട് ഗോയിങ് ടു പർട്ടിക്കുലർ ടോപ്പിക്. സോ അങ്ങനത്തെ കുറെ സയന്റിഫിക് ആയിട്ടുള്ള എക്സ്പെരിമെന്റ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇവിടെ ഗലീലിയോയുടെ ആ കാലഘട്ടത്തിലെ ഒബ്സർവേഷനിൽ എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ആ രീതിയിൽ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ടെലിസ്കോപ്പ് കൊണ്ട് ഇദ്ദേഹം ഒരുപാട് പ്ലാനറ്ററി ഒബ്സർവേഷൻസ് നടത്തിയിട്ടുണ്ടായിരുന്നു എന്ന രീതിയിൽ മനസ്സിലാക്കിയാൽ മതി. ബാക്കി നിങ്ങൾ ജസ്റ്റ് സ്റ്റഡി മെറ്റീരിയൽ വായിച്ചാൽ മതി. ഞാൻ പറയുന്നു, ഡോൺ ഗോ ഫോർ ദിസ് ഇൻഡെപ്ത് അണ്ടർസ്റ്റാൻഡിങ് ഗലീലിയോ ഹാഡ് ദിസ് അബൌട്ട് ദിസ് വൺ ആൻഡ് ദാറ്റ്സ് വൈ ദിസ് വൺ ദാറ്റ് ഹാപ്പൻഡ് എന്നുള്ള രീതിയിലൊന്നും പഠിക്കണ്ട. ഒരു ജനറൽ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ഗലീലിയോസ് കോൺട്രിബ്യൂഷൻസ് ഇൻ ടു പെർട്ടിക്കുലർ സയന്റിഫിക് മെത്തേഡ് എന്ന രീതിയിൽ അറിഞ്ഞിരുന്നാൽ മതി. ഈ ലോസ് ഓഫ് മോഷനെ കുറിച്ച് അദ്ദേഹത്തിന്റെ അഭിപ്രായമുണ്ട്. അതുപോലെ നമ്മുടെ ഐസക് ന്യൂട്ടന്റെ കാര്യങ്ങൾ വരുന്നുണ്ട്. യുനോ ദ ന്യൂട്ടന്റെ തേർഡ് ലോ ഓഫ് മോഷൻ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? സോ അങ്ങനത്തെ ചില കാര്യങ്ങൾ അതിന്റെ ഭാഗമായിട്ട് വാട്ട് വി ക്യാൻ സി, ഗലീലിയോ ആസ് വെൽ ഹാഡ് സം കൈൻഡ് ഓഫ് കോൺട്രിബ്യൂഷൻ ടുവാർഡ്സ് ദിസ് ഏർലി വേർഷൻ ഓഫ് ലോസ് ഓഫ് മോഷൻ. അത് ലോ ഓഫ് ഇനേർഷ്യയെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. ഓക്കെ, നമ്മൾ പറയാറുണ്ട് ലോ ഓഫ് ഇനർഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വസ്തു അത് നിൽക്കുന്നു അല്ലെങ്കിൽ മൂവ് ചെയ്യുന്നു, എക്സ്റ്റേണൽ ആയിട്ടൊരു അൺബാലൻസ്ഡ് ഫോഴ്സ് അതിനെ അപ്ലൈ ചെയ്യാത്തടത്തോളം അത് അതിന്റെ ആ പൊസിഷൻ കണ്ടിന്യൂ ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഇവിടെ ഇപ്പോൾ ഞാനൊരു പേന വെച്ചിട്ടുണ്ട്, അത് അതിന്റെ സ്റ്റേറ്റ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. അതിനെ എക്സ്റ്റേണൽ ആയിട്ട് ഞാനൊന്ന് തട്ടിയാൽ മാത്രമേ നീങ്ങത്തുള്ളൂ.
അതുപോലെ ഒരു ബോൾ ഇങ്ങനെ ഉരുണ്ട് പോയിക്കൊണ്ടേയിരിക്കുന്നുണ്ട് ഒരു ഇറക്കത്തിലോട്ട്. അത് ഒരു ഫോഴ്സ് കൊടുത്ത് നിർത്തി കഴിഞ്ഞാൽ മാത്രമേ നിൽക്കത്തുള്ളൂ. ദാറ്റ് ഈസ് കോൾഡ് as law of inertia എന്ന് പറയുന്നത്. Then law of falling bodies. All objects fall at the same rate regardless of their weight or shape. നമ്മൾ രണ്ട് സാധനം ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഏറ്റവും കട്ടിയുള്ളത് എന്ത് ചെയ്യും, ഒരേ സ്പീഡിൽ വീഴുമെന്ന് മറ്റേ ഇങ്ങനെ ആകുന്നുള്ളത്. അതിന് സെയിം റേറ്റിന്റെ കോൺസെപ്റ്റ് ഉണ്ട് എന്നുള്ളതാണ് ലോ ഓഫ് ഫോളിംഗ് ഓഫ് ബോഡീസിൽ പറയുന്നത്. ലോ ഓഫ് പ്രൊജക്ടൈൽ മോഷൻ, നമ്മൾ എറിയുന്ന സമയത്ത് ഇങ്ങനെ പ്രൊജക്ടൈൽ ആയിട്ട് എറിയണം എന്ന് പറയാറില്ലേ? ഓക്കെ, സോ പാരബോളിക് പാത്ത് ഓഫ് പ്രൊജക്ടൈൽസ്, ഇങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ച് പറയുന്നതാണ്. നമ്മൾ ജാവലിൻ ത്രോ ഒക്കെ എറിയുന്ന ഈ പ്രൊജക്ടൈൽ മോഷന്റെ കാര്യത്തിൽ വരുന്ന, മിസൈൽ വിടുന്ന പ്രൊജക്ടൈൽ ചിലത് വരാറുണ്ട്. ദെൻ സയന്റിഫിക് മെത്തേഡിന് ഇദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻസ് ഉണ്ട്. ബിക്കോസ് ഈ ഒബ്സർവേഷൻ, എക്സ്പെരിമെന്റേഷൻ ആൻഡ് അനാലിസിസ് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം മോഡേൺ സയന്റിഫിക് മെത്തേഡിന് കാരണമായിട്ടുണ്ട്. പക്ഷെ അറിഞ്ഞിരിക്കുക, സയന്റിഫിക് മെത്തേഡുമായി ബന്ധപ്പെട്ട പെർട്ടിക്കുലർ ചോദ്യം വരുമ്പോൾ ഫ്രാൻസിസ് ബേക്കൺ ക്വസ്റ്റ്യനിലുണ്ടോ, യുവർ ആൻസർ വിൽ ബി ഫസ്റ്റ് ഫ്രാൻസിസ് ബേക്കൺ. ഓക്കെ, ആ രീതിയിൽ മനസ്സിലാക്കി വെക്കാം കേട്ടോ. നൗ വി ക്യാൻ ഡിസ്കസ് സം ക്വസ്റ്റ്യൻ. ഇവിടെ സെയിം ചോദ്യം തന്നെയാണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. The scientific method, a systematic approach to investigate the natural world, was championed by. You have 4 options. ഇതിന്റെ ആൻസർ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ഒന്ന് നമ്പർ ഇട്ടിട്ട് നിങ്ങളുടെ ആൻസർ കമന്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം, മിസ്സാക്കരുത്. രണ്ടാമത് ക്വസ്റ്റ്യൻ, ലോസ് ഓഫ് മോഷൻ ആൻഡ് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷൻ വിച്ച് റെവല്യൂഷനൈസ്ഡ് അവർ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് മെക്കാനിക്സ് ആൻഡ് ദ കോസ്മോസ് were formulated by. You have another 4 options. ഓക്കെ, അപ്പൊ ഇവരുടെ ആൻസറും എന്താണെന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഈ 2 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കമന്റ് ചെയ്യാൻ വേണ്ടി വിട്ടു തന്നിരിക്കുകയാണ് കേട്ടോ. സോ ഇങ്ങനെ ഈ സയന്റിഫിക് റെവല്യൂഷൻ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്തു, കുറച്ചുകൂടെ തോട്ട് മാറി എന്നുള്ളതാണ്. സൊസൈറ്റിയുടെ ട്രാൻസിഷനും തോട്ടും കാര്യങ്ങളൊക്കെ മാറി എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ ഈ ടോപ്പിക് കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്, മിസ്സാക്കരുത്. ഇനി ഇതിന് ശേഷം നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്ന ടോപ്പിക് അഗ്രികൾച്ചർ റവല്യൂഷൻ എന്നുള്ള, ഇത് വേറൊരു കോൺസെപ്റ്റൽ ടോപ്പിക് ആണ്. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കണം. ഇവിടെ നോക്കിക്കേ, ദ അഗ്രികൾച്ചർ റവല്യൂഷൻ ഇൻ മോഡേൺ യൂറോപ്പ്, ദാറ്റ്സ് ദ സീഡ് ഓഫ് ചേഞ്ച്. മാറ്റത്തിന്റെ ഒരു വിത്തായിരുന്നു എന്നുള്ളതാണ്. എന്ത് മാറ്റം, എന്ത് വിത്ത്? കൃഷി വിത്തിലൂടെയാണ് വളരുള്ളൂ. എന്ത് മാറ്റമാണ് വന്നത് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആ രീതിയിൽ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. സോ ഇവിടെ ഉദ്ദേശിക്കുന്നത് 18-19 നൂറ്റാണ്ടിന്റെ സമയത്ത്, അല്ലെങ്കിൽ 17-ാം നൂറ്റാണ്ട് മുതൽക്ക് തന്നെ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. പ്രത്യേകിച്ചും ബ്രിട്ടന്റെ ഭാഗത്ത് നമുക്ക് അഗ്രികൾച്ചർ റവല്യൂഷൻ നടക്കുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. അതെന്താണ്? അത് കൃഷി വളരെ നല്ല രീതിയിൽ വ്യാപിച്ചു എന്നുള്ളതിനേക്കാൾ അപ്പുറത്തോട്ട് അതിലൂടെ കുറെ ഇമ്പാക്ട്ഫുൾ ആയിട്ട് മറ്റു കാര്യങ്ങൾക്ക് കാരണമായി എന്നുള്ള. ഫോർ എക്സാമ്പിൾ, നമ്മൾ പഠിക്കാറുണ്ട് ദ കോൺസെപ്റ്റ് കോൾഡ് ആസ് അഗ്രികൾച്ചർ റവല്യൂഷൻ ഇൻ ദ ഹിസ്റ്ററി. ഏത് കാലഘട്ടത്തെ കുറിച്ച് പറയാറുള്ളത്? വിൽ കോൾഡ് ഇറ്റ് അബൌട്ട് നിയോലിത്തിക് ഏജ് അല്ലെ? അപ്പൊ അത് ആ കാലഘട്ടത്തിൽ കൃഷി എന്ന് പറയുന്നത് വളരെ വലിയ മാറ്റങ്ങൾക്കും വില്ലേജ് സെറ്റിൽമെന്റും ഫർദർ എക്സ്പ്ലോറേഷൻസ് ആൻഡ് ഇന്നോവേഷൻസിന് കാരണമായി. ദസ് വി ഹാവ് ദ കോപ്പർ ഏജ് ആസ് വെൽ ആസ് ദ സിവിലൈസേഷണൽ ഹിസ്റ്ററി. അത് ആ കാലഘട്ടത്തിൽ അഗ്രികൾച്ചർ റവല്യൂഷൻ. ഇവിടെ നമ്മൾ പറയുന്ന അഗ്രികൾച്ചർ റവല്യൂഷൻ മോഡേൺ യൂറോപ്പിൽ നടക്കുന്ന 17 മുതൽ 19-ാം നൂറ്റാണ്ട് വരെയുള്ള ഒരു പീരീഡുള്ള സംഭവം എന്ന് അറിഞ്ഞിരുന്നാൽ മതി. അപ്പൊ അതിൽ എന്തൊക്കെ നടന്നു എന്ന് നോക്കുന്ന സമയത്ത് വി ഹാവ് സം ഓഫ് ദി വെരി ഇമ്പോർട്ടന്റ് തിങ്സ് ലൈക്ക് ദ സീഡ്സ് ഓഫ് ചേഞ്ച്. അതിലോട്ട് നയിച്ചുള്ള കാരണങ്ങൾ അല്ലെങ്കിൽ ഫാക്ടേഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. ഒന്ന് എൻക്ലോഷർ മൂവ്മെന്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അതായത് ദ ട്രഡീഷണൽ ഓപ്പൺ ഫീൽഡ്സ് വെർ കൺസോളിഡേറ്റഡ് ഇൻ ടു പ്രൈവറ്റ്ലി ഓൺഡ് എൻക്ലോഷർ. മുമ്പുണ്ടായിരുന്ന ഓപ്പൺ ആയിട്ടുണ്ടായിരുന്ന പാടങ്ങളെ പ്രൈവറ്റ് ഫേമിന് അല്ലെങ്കിൽ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിന് വിട്ടുകൊടുത്തപ്പോൾ അതിലോട്ട് കൃഷി കുറച്ചുകൂടെ സ്പെസിഫിക് ആയി അതൊരു പ്രധാനപ്പെട്ട ഒരു വ്യവസായമായിട്ട് മാറുകയും അതിലൂടെ ഒരുപാട് ഇന്നോവേഷൻസ് വരികയും അത് റിസൾട്ടിങ് ടു അതർ ഫീൽഡിലോട്ട് മാറി എന്നുള്ളതാണ്. വിച്ച് ഇൻസെന്റിവൈസ്ഡ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഇംപ്രൂവ്മെന്റ്സ് ലൈക്ക് ഡ്രൈനേജ് ആൻഡ് ഫെൻസസ്. അങ്ങനെ ഡ്രൈനേജ് ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൽ നല്ല ഇംപ്രൂവ്മെന്റ് വന്നു. അങ്ങനെ ലാൻഡിനെ എൻക്ലോഷർ ചെയ്തു എന്ന് പറഞ്ഞാൽ പ്രൈവറ്റൈസേഷൻ ചെയ്തു എന്നുള്ളതാണ്. ദെൻ ക്രോപ്പ് റൊട്ടേഷൻ. മുമ്പുണ്ടായിരുന്നത് ഒരു സെയിം ക്രോപ്പ് ഇയർ ആഫ്റ്റർ ഇയർ എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ നിന്ന് മാറിയിട്ട് എന്ത് ചെയ്തു, ഫോർ ഫീൽഡ് റൊട്ടേഷൻ എന്ന രീതിയിലോട്ട് മാറി. അതായത് ഒരു വർഷത്തെ 4 സീസൺ ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ 4 റൊട്ടേഷൻ ആയിട്ട് നമ്മൾ പ്രൊഡക്ഷൻ നടത്തുന്ന സമയത്ത് വാട്ട് വി ക്യാൻ സി, 4 സെറ്റപ്പ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ടാകും. അതിന്റെ അടിസ്ഥാനത്തിൽ ലാൻഡിന്റെ ഫെർട്ടിലിറ്റി, ന്യൂട്രീഷൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ബൂസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്നുള്ളതാണ്. ദെൻ സെലക്റ്റീവ് ബ്രീഡിങ്. അതായത് അനിമൽസിന് തന്നെ നമുക്ക് എന്താണ് പറ്റും, ബ്രീഡിങ്ങിലോട്ട് വിധേയമാക്കുകയും ഡിസൈറബിൾ ട്രൈറ്റിലോട്ട് മാറ്റിയിട്ട് അതിനെ മീറ്റ് പ്രൊഡക്ഷൻ, മിൽക്കിലോട്ടൊക്കെ നയിക്കുകയും ചെയ്തുള്ള. അപ്പൊ ലൈഫ് സ്റ്റോക്കിന്റെ ഈ കന്നുകാലികളുടെ ഒരു വളർച്ചയ്ക്കും അതിന്റെ കൂടുതൽ പ്രൊഡക്ടിവിറ്റിക്കും എഫിഷ്യൻസിക്കും കാരണമായി. ദെൻ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്. ഇതിൽ നമുക്ക് പുതിയ ആയുധങ്ങൾ ഉപയോഗിച്ചു എന്ന് പറയാം. മെക്കാനിക്സ് ടൂളുകൾ ഉപയോഗിച്ചു. ഫോർ എക്സാമ്പിൾ ഇൻവെൻഷൻസ് ലൈക്ക് സീഡ് ഡ്രില്ല്, സീഡ് ഇടാൻ വേണ്ടിയുള്ള ഡ്രില്ല്, ദ ത്രഷിംഗ് മെഷീൻ ആൻഡ് ഇംപ്രൂവ്ഡ് പ്ലോ. ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം എഫിഷ്യൻസിയും പ്രൊഡക്ടിവിറ്റിയും ടൈം കൺസംഷനും ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾക്ക് സഹായിച്ചു എന്നുള്ളത് കാണാൻ വേണ്ടി പറ്റും. അങ്ങനെ പതിയെ പതിയെ അഗ്രികൾച്ചർ ഫീൽഡിലും ഇംപ്രൂവ്മെന്റ്സ് നല്ലപോലെ വന്നു. അപ്പൊ ഒബ്വിയസ്ലി എന്ത് ചെയ്യും, കൂടുതൽ ടെക്നോളജി അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഹൈ പ്രൊഡക്ഷൻ ഉണ്ടാവും. ഹൈ പ്രൊഡക്ഷൻ പറഞ്ഞാൽ ഹൈ സർപ്ലസ് ആയിരിക്കും. ഹൈ സർപ്ലസ് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക്
എക്കണോമിക് പർപ്പസിന് ഉപയോഗിക്കാം, ഡൈവേഴ്സിഫിക്കേഷൻ വരും. അപ്പൊ പല മേഖലകളിലോട്ടും അത് ഓപ്പൺ ചെയ്യുന്നുള്ള. അപ്പൊ കൃഷി നല്ല രീതിയിൽ നടക്കുമ്പോൾ ഫെർദർ ഇൻഡസ്ട്രീസും കാര്യങ്ങളൊക്കെ വളരുന്നതിലോട്ടും ഒക്കെ കാരണമാകും. അങ്ങനെ പതിയെ പതിയെ ഈ അഗ്രികൾച്ചർ റവല്യൂഷനിൽ നിന്നാണ് ഇൻഡസ്ട്രിയൽ റവല്യൂഷനിലോട്ട് എത്തുന്നത് എന്ന് പറയാൻ വേണ്ടിയുള്ള ചില ഇൻട്രൊഡക്ഷൻ പോയിന്റ്സ് ആയിട്ട് ഇതിനെ കണ്ടാൽ മതി. അതിൽ തന്നെ കൃത്യമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് വാട്ട് ഈസ് ദിസ് എൻക്ലോഷർ മൂവ്മെന്റ് എന്നുള്ള. ഇത് ഞാൻ നിങ്ങളുടെ ക്ലാസ് ഗ്രൂപ്പിൽ ഇട്ട് തന്നിട്ടുണ്ട്. സോ നിങ്ങൾ ചെയ്യേണ്ടത് വെറുതെ ഒന്ന് വായിച്ചു നോക്കുക ഇതിലെ കുറച്ച് കാര്യങ്ങൾ. കാരണം ഇതിൽ ചില ടെക്നോളജിയെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, ഇവിടെ കണ്ടോ ഒരു ഇംപ്രൂവ്ഡ് ഇംഗ്ലീഷ് ബ്രീഡ് ഓഫ് പിഗ്, പുതിയതായിട്ടുള്ള ഒരു ബ്രീഡിന്റെ ഒരു ഫോട്ടോയാണ്. ദെൻ ക്രോപ്പ് റൊട്ടേഷൻ, ഇവിടെ പിക്ചർ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഇവിടെ ബ്രീഡിംഗ് മെക്കാനിസം കാണുന്നുണ്ട്. ഓക്കെ, ദെൻ ബ്രിട്ടീഷ് റോയൽ അഗ്രികൾച്ചർ സൊസൈറ്റിയെ കുറിച്ചാണ് പറയുന്നത്. ഒരു മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഓരോ വർഷം നടത്തുന്നുള്ളൂ, ഫാമിംഗ് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി. അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി വളർന്നു വരുന്നു എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഫൈൻ. അപ്പൊ ഈ ഒരു ആർട്ടിക്കിൾ പറ്റുകയാണെങ്കിൽ ഒന്ന് വായിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇവിടെ ആക്ട്സ് ഓഫ് എൻക്ലോഷർ ആൻഡ് ആക്ട് കൂടെ പറയുന്നുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് വായിക്കുന്നത് നല്ലതാണ്. എസ്പെഷ്യലി നമുക്ക് കാണാൻ വേണ്ടി പറ്റും 1859ന്റെയും 801ന്റെ സമയത്തൊക്കെ ഇവിടെ എൻക്ലോഷറുമായി ബന്ധപ്പെട്ടുള്ള നിയമങ്ങൾ പാസ്സാക്കുന്നുണ്ട് എന്നുള്ളത്. അതിൽ തന്നെ തോമസ് വില്യം കോക്ക് എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു പിക്ചറാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. തോമസ് വില്യം കോക്ക് എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം ഒരു വെൽത്തി ലാൻഡ് ഓണർ ആയിരുന്നു, പാർലമെന്റിന്റെ മെമ്പർ കൂടിയായിരുന്നു. അദ്ദേഹം ഈ അഗ്രികൾച്ചർ റവല്യൂഷന്റെ പ്രധാനപ്പെട്ട വ്യക്തി കൂടിയാണ്. അദ്ദേഹത്തിന്റെ പേര് ഇങ്ങനെയാണ്, തോമസ് വില്യം കോക്ക്. ഈ പേര് നിങ്ങൾ എവിടെയും കേൾക്കുവാണെങ്കിൽ കണക്ട് വിത്ത് അഗ്രികൾച്ചർ റവല്യൂഷൻ. ഇത്രയും കാര്യങ്ങളാണ് ബേസിക്കലി ഈ ഒരു പിക്ചറിൽ നിന്ന് അറിഞ്ഞിരിക്കേണ്ടത്. ഐ ഹാവ് ഷെയർ ദിസ് പെർട്ടിക്കുലർ ആർട്ടിക്കിൾ ഇൻ യുവർ ഗ്രൂപ്പ്. നിങ്ങൾ അതൊന്ന് വായിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇനി എന്താണ് എൻക്ലോഷർ മൂവ്മെന്റ്? പ്രധാനപ്പെട്ട അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ട് പ്രധാനമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും കോൺസെപ്റ്റൽ ടോപ്പിക് ഇതാണ്. ഇറ്റ് ഇൻവോൾവ് ദ പ്രൈവറ്റൈസേഷൻ ഓഫ് കോമൺ ലാൻഡ് that was traditionally held and accessed by communities for grazing, farming and gathering resources. മുമ്പുണ്ടായിരുന്ന വിശാലമായിട്ടുള്ള പാടങ്ങളൊക്കെ പ്രൈവറ്റൈസ് ചെയ്തു. അപ്പൊ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് വന്നു എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഇനി അതിന്റെ രണ്ട് പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് ആണ് പറയുന്നത്. പാർലമെന്ററി എൻക്ലോഷർ ഉണ്ടായിരുന്നു ത്രൂ സ്പെസിഫിക് ആക്ട്. ആക്ടിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞു 1759ന്റെ സമയത്തും അതുപോലെ 1801ന്റെ സമയത്തൊക്കെ കുറച്ച് ആക്ടുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത്. അതിൽ കോമൺ ലാൻഡ് വാസ് ഡിവൈഡഡ് ആൻഡ് അലോക്കേറ്റഡ് ടു ഇൻഡിവിജ്വൽ ലാൻഡ് ഓണേഴ്സ്. അതെന്ത് ചെയ്തു? ട്രഡീഷണൽ യൂസേഴ്സിനെ ലാൻഡിൽ നിന്നും പുറത്താക്കിയിട്ട് പുതിയ പ്രൈവറ്റ് പ്ലേയേഴ്സിന് വിട്ടുകൊടുക്കുന്ന രൂപത്തിലോട്ട് പാർലമെന്റിന്റെ നിയമങ്ങൾ. ദെൻ പ്രൈവറ്റ് എഗ്രിമെന്റിൽ ഉണ്ടായിരുന്നു, ലാൻഡ് ഓണേഴ്സ് കുഡ് നെഗോഷിയേറ്റ് വിത്ത് ദ കമ്മ്യൂണിറ്റീസ് ഓർ പർച്ചേസ് കോമൺ ലാൻഡ് റൈറ്റ്സ് ഫർദർ ഷ്രിങ്കിങ് ദ ആക്സസ് ഓഫ് ട്രഡീഷണൽ യൂസേഴ്സ്. പഴയകാല ആൾക്കാർക്ക് എന്തായാലും നഷ്ടം തന്നെ സംഭവിച്ചത്. പുതിയ ആൾക്കാർ അതൊരു ബിസിനസ് ഫേമായിട്ട് എടുത്തു എന്നുള്ളതാണ്. അങ്ങനെ പാർലമെന്റിലൂടെയും പ്രൈവറ്റ് എഗ്രിമെന്റിലൂടെയും ഇങ്ങനത്തെ കാര്യങ്ങൾ പോസിബിൾ ആയിട്ടുണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, അതിന്റെ ഹിസ്റ്ററി അറിയാൻ വേണ്ടി ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു ആർട്ടിക്കിൾ വായിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യാം കേട്ടോ. ഇതാണ് ലാൻഡ് എൻക്ലോഷറിന്റെ ഒരു ഫോട്ടോ എന്നുള്ളത്. നിങ്ങൾ നോക്കിക്കേ, ഒരു വലിയ ലാൻഡ് ട്രാക്ട് ഇതിങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് കുറെ ആൾക്കാർക്ക് ഇതിങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കണ്ട, ഓരോ പീസ് കണ്ടില്ലേ, ആ രീതിയിൽ ഇങ്ങനെ ലാൻഡുകളെ എൻക്ലോസ് ചെയ്തു എന്നുള്ളത് കാണാൻ വേണ്ടി പറ്റും. ഇനി ഇതിന്റെ കോൺസിക്വൻസസ് എന്താ? എൻക്ലോഷർ മൂവ്മെന്റിന്റെ ഒന്ന്, അഗ്രികൾച്ചർ പ്രൊഡക്റ്റ് ഇൻക്രീസ് ചെയ്യും, കാരണം പ്രൈവറ്റ് ഫീൽഡേഴ്സ് വരുന്നതല്ലേ. അപ്പൊ ഒരുപാട് എൻക്ലോസ്ഡ് ഫീൽഡുകൾ വരുന്ന സമയത്ത് ഒഫീഷ്യൻ ഫാമിങ്ങും ഫുഡ് പ്രൊഡക്ഷനും ബൂസ്റ്റപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. കൊമേഴ്ഷ്യൽ അഗ്രികൾച്ചറിന് കാരണമായി. അതാണ് ഏറ്റവും സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള കാര്യം. അഗ്രികൾച്ചർ റവല്യൂഷൻ എന്ന് പറയുന്നത് കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചറിന് കാരണമായി എന്നുള്ളതാണ് സിഗ്നിഫിക്കന്റ് പോയിന്റ് എന്നുള്ളത്. കാരണം സ്പെഷ്യലൈസേഷൻ, മാർക്കറ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ഫാമിംഗ്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം മോഡേൺ ഫുഡ് സിസ്റ്റത്തിലോട്ട് പേവ്ഡ് വേ. അപ്പോൾ കൃഷി ചെയ്തിരുന്ന ആൾക്കാർ അരി നെല്ല് മാത്രം വിറ്റതിന് പകരം അതിനെ മോഡിഫൈ ചെയ്തിട്ട് ഫുഡ് പ്രോസസ്സിംഗിലോട്ട് മാറ്റിയിട്ട് ബ്രെഡ് ആക്കി വിൽക്കാൻ തുടങ്ങി. അതാണ് പറഞ്ഞതിന്റെ ഒരു ചെറിയ എക്സാമ്പിൾ. സോഷ്യൽ ഡിസ്ക്ലോഷൻ. Many commoners lost their traditional right and livelihood, leading to rural poverty and migration to cities, increased social disparity. കുറെ ആൾക്കാർക്ക് ലാൻഡ് നഷ്ടപ്പെട്ടപ്പോൾ കുറെ ആൾക്കാർ ടൗണിലോട്ട് മാറി. അപ്പൊ ടൗണിൽ എന്തെങ്കിലും ജോലി കിട്ടുമോ? ഇപ്പൊ ചില ഇൻഡസ്ട്രീസ് ഉണ്ടായിരുന്നു, ജോലി കിട്ടി. അങ്ങനെ പതിയെ പതിയെ ഗ്രാമത്തിൽ നിന്നും സിറ്റീസിലോട്ടുള്ള ഒരു അർബൻ മൈഗ്രേഷൻ കാരണമായി എന്നുള്ളതും സോഷ്യൽ ഡിസ്പാരിറ്റി കാരണമായി എന്നുള്ളതും കാണാൻ വേണ്ടി പറ്റും. ലാൻഡ്സ്കേപ്പ് ട്രാൻസ്ഫോർമേഷൻ, ഓപ്പൺ ഫീൽഡ് സിസ്റ്റം എന്ന് നമ്മൾ പറയാറുണ്ട്. With this patchwork of strips gave way to enclosed fields, hedgerows and large farms, dramatically altering the rural landscape. നമ്മൾ മുമ്പ് പിക്ചർ കണ്ടതുപോലെ തന്നെ ഭൂമിയുടെ ആ ഡിവിഷനും കാര്യങ്ങളൊക്കെ വന്നതോടുകൂടി തന്നെ ലാൻഡ്സ്കേപ്പിൽ തന്നെ ജോഗ്രഫിക്കൽ ആയിട്ടുള്ള ഡിഫറൻസ് തന്നെ ക്രിയേറ്റ് ചെയ്തു എന്ന് കാണാനും സാധിക്കും കേട്ടോ. ഇനി നമ്മൾ ടോട്ടലി പറയുന്നത് ദ ബ്ലോസമിംഗ് ഫീൽഡ്സ് ആസ് ദ കോൺസിക്വൻസസ് ഓഫ് ദ റവല്യൂഷൻ. അഗ്രികൾച്ചർ റവല്യൂഷന്റെ ടോട്ടൽ ആയിട്ടുള്ള ചില കോൺസിക്വൻസസും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ഒബ്വിയസ്ലി ഫുഡ് പ്രൊഡക്ഷൻ ഉണ്ട് പറഞ്ഞു, റൂറൽ എക്സോഡസ്, അതായത് ചില വർക്കേഴ്സ് അവർക്ക് ഫാമിൽ ജോലി വേണം, അതേസമയത്ത് ബാക്കിയുള്ള ആൾക്കാർക്ക് സിറ്റിയിലോട്ട് മൈഗ്രേറ്റ് ചെയ്തു, അത് ഇൻഡസ്ട്രിയൽ റവല്യൂഷന് കാരണമായി. ഇക്കണോമിക് ഗ്രോത്ത്, അഗ്രികൾച്ചർ ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്തു, ട്രേഡ് നടന്നു, അത് എക്കണോമിക് പ്രോസ്പെരിറ്റി കാരണമായി. സോഷ്യൽ ചേഞ്ചസ്, ഒബ്വിയസ്ലി പല ആൾക്കാരും
പല കാറ്റഗറിയിലുള്ള ആൾക്കാരായിട്ട് മാറി പതിയെ പതിയെ സിറ്റീസിലോട്ട് മൈഗ്രേറ്റ് ചെയ്തപ്പോൾ അവർക്ക് കുറച്ചുകൂടെ സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ എന്ന രീതിയിലോട്ട് പതിയെ പതിയെ ഇൻഡസ്ട്രിയൽ റവല്യൂഷന്റെ ഭാഗമായിട്ട് കൂട്ടിച്ചേരാനും തുടങ്ങി എന്നുള്ളതാണ് ബേസിക് ആയിട്ട് മനസ്സിലാക്കി വെക്കേണ്ടത്. ഇനി അഗ്രികൾച്ചറൽ റവല്യൂഷന്റെ ഇമ്പാക്ട് എന്തുവാ? അത് യൂറോപ്പിൽ മാത്രമല്ല ഗ്ലോബൽ ഇമ്പാക്ട് ഉണ്ടാക്കി എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദിസ് യൂറോപ്യൻ അഗ്രികൾച്ചർ പ്രാക്ടീസസും ടെക്നോളജീസും ലോകത്തിന്റെ വിവിധ ഭാഗത്തോട്ട് സ്പ്രെഡ് ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ ഫുഡ് പ്രൊഡക്ഷൻ കൂടി, പോപ്പുലേഷൻ ഗ്രോത്ത് ആയി, എക്കണോമിക് ഡെവലപ്മെന്റ് ആയി. ഇതൊക്കെ പതിയെ പതിയെ എന്ത് ചെയ്തു? ഓരോ രാജ്യങ്ങളുടെ വളർച്ചയ്ക്കും അത് പതിയെ ബാക്കിയുള്ള പ്രദേശങ്ങൾ പിടിച്ചെടുക്കാനുള്ള കൊളോണിയൽ എക്സ്പ്ലോയിറ്റേഷന് കാരണമാവുകയും അങ്ങനെ വേൾഡിൽ അൺഈക്വൽ പവർ ഡൈനാമിക്സ് എന്ന രീതിയിൽ കഴിവുള്ളവനും കഴിവില്ലാത്തവരും വെട്ടിപ്പിടിക്കലും ചേക്കേറലും റിസോഴ്സസ് കൊള്ളയടിക്കലും പല രൂപത്തിലോട്ട് മാറി. ബ്രിട്ടൻ ഇന്ത്യയെ പിടിച്ചതുപോലെ എന്ന രീതിയിൽ ആലോചിക്കാം. ആൻഡ് ദ ലെഗസി ഓഫ് ദ റവല്യൂഷൻ സിമ്പിൾ ആണ്. എന്താണ്? ഈ റവല്യൂഷന് ഒരു മിക്സഡ് ഹാർവസ്റ്റ് ആണ് നടന്നിട്ടുണ്ടായിരുന്നത്. പോസിറ്റീവായിട്ട് കുറെ കാര്യങ്ങളുണ്ട്, നെഗറ്റീവ്സ് ഉണ്ട്. ആ നെഗറ്റീവ്സ് ആണ് ഈ പറയുന്നത്. പോസിറ്റീവായിട്ടുള്ള ഇൻക്രീസ്ഡ് പ്രൊഡക്ഷൻ, ട്രേഡ്, എക്കണോമി, സോഷ്യൽ ചേഞ്ചസ്, ലാൻഡ്സ്കേപ്പ് ചേഞ്ചസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നെഗറ്റീവ് ആയിട്ട് പറയുമ്പോൾ എൻവയോൺമെന്റ് ഡീഗ്രഡേഷൻ ഒബ്വിയസ്ലി. കാരണം എന്താ? ഇന്റൻസീവ് ഫാമിംഗ് തീർച്ചയായിട്ടും സോയിൽ ഇറോഷൻ, പൊല്യൂഷൻ, ബയോഡൈവേഴ്സിറ്റി ലോസിന് കാരണമാകും. സോഷ്യൽ ഇനീക്വാലിറ്റി, ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് കമ്മ്യൂണിറ്റി ഉണ്ടാക്കിയെടുത്തു, ഇനീക്വാലിറ്റി വളർത്തിയെടുത്തു എന്നുള്ളതാണ്. ലോസ് ഓഫ് ട്രഡീഷണൽ നോളജ് മാറിയിട്ട് മോഡേൺ മെത്തേഡിലോട്ട് പതിയെ പതിയെ ചേക്കേറി എന്നുള്ളതും, പഴയ അഗ്രികൾച്ചർ പ്രാക്ടീസസ് മാറി, ഓർഗാനിക് പ്രൊഡക്ഷൻ മാറി, കെമിക്കൽ പ്രൊഡക്ഷനിലോട്ട് മാറി എന്നുള്ളതൊക്കെ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അപ്പൊ ഇങ്ങനത്തെ ചില കാര്യങ്ങളാണ് നിങ്ങൾ ഈ ടോപ്പിക്കിൽ മനസ്സിലാക്കി വെക്കേണ്ടത്. സോ ബൈ ദീസ് we have completed this most important conceptual topic. One is scientific revolution, and one is agricultural revolution. Next is industrial revolution. അത് നമുക്ക് വഴിയെ പഠിക്കാം. നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ദാറ്റ് ഈസ് വെരി സിമ്പിൾ. ഹാവ് എ ഗുഡ് റിവിഷൻ. കൃത്യമായിട്ട് റിവൈസ് ചെയ്യും. കോൺസെപ്ച്വലും ഫാക്ച്വലും ആയിട്ട് ഇവിടെ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ കമന്റ് ചെയ്തിട്ട് ഒന്ന് അറിയിക്കാനും ഒന്ന് ശ്രമിക്കുക കേട്ടോ. സോ ദാറ്റ് വുഡ് ബി വൺ സപ്പോർട്ട് ദാറ്റ് യു ക്യാൻ ഗിവ് ടു അസ്. നമുക്ക് നൽകാൻ പറ്റുന്ന ചില സപ്പോർട്ടുകൾ അതൊക്കെ ആയിരിക്കും. സോ ഹോപ്പ് എ ഗുഡ് റെസ്പോൺസ് ഫ്രം യുവർ സൈഡ്. ഹാവ് എ ഗുഡ് ലേണിംഗ് പ്രോസസ്. എൻജോയ് ദ സെഷൻസ് ആൻഡ് ഹാവ് എ ഗുഡ് റിവിഷൻ. കോൺസെപ്റ്റ് ആദ്യം മനസ്സിലാക്കിയിട്ട് മാത്രം ഫാക്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് ചാപ്റ്റർ. താങ്ക് യു.